ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഖില വിപിൻ. പലതവണ സെറ്റ് എക്സാം എഴുതി ക്ലിയർ ചെയ്യാൻ സാധിക്കാതെ പോയവരാണോ നിങ്ങൾ? ഇല്ലെങ്കിൽ സെറ്റ് എക്സാമിൻ്റെ സിലബസ് കണ്ട് വിഷമിച്ചിരിക്കുന്നവരാണോ? ഇത്രയും വലിയ സിലബസ് എങ്ങനെ ഞാൻ ഈ കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് തീർക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുകയാണോ? വിഷമിക്കേണ്ട ആവശ്യമില്ല. CCയുടെ 20 hours 10 days ബൂസ്റ്റർ ക്ലാസ് ആരംഭിക്കുകയാണ് നെക്സ്റ്റ് വീക്ക് മുതൽ. അപ്പോൾ 20 മണിക്കൂർ മതിയോ നമുക്ക് ഈ പോർഷൻസ്? കാരണം സെറ്റ് സുവോളജിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു വലിയ സിലബസ് തന്നെയാണ് കവർ ചെയ്യാനുള്ളത്, അല്ലേ? അപ്പോൾ ഇത് നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നെല്ലാം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, അല്ലേ? ആ ഡൗട്ടുകളെല്ലാം നിങ്ങൾക്ക് ഒരൊറ്റ ലൈവ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. 6 യൂണിറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 6 യൂണിറ്റിനെയും പല പല മൊഡ്യൂളുകളായിട്ട് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഈ മൊഡ്യൂളുകളെല്ലാം നമുക്ക് 20 മണിക്കൂർ കൊണ്ട് പഠിച്ചെടുക്കാവുന്നത് തന്നെയാണ്. നിങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ കുട്ടികളുടെ സക്സസ് സ്റ്റോറീസ് കേട്ടിട്ടുണ്ടാവും, അല്ലേ? അവരിൽ പലരും എന്ന് വെച്ചാൽ ഒരു മജോറിറ്റിയും ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് മാത്രം വിജയം കണ്ടവരാണ്. റെഗുലറായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് അത്ര എഫർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവൾ ഓൾറെഡി പഠിച്ച് കുറേ അധികം എക്സാംസ് ഒക്കെ എഴുതിയിട്ട് തന്നെയായിരിക്കും അവരെന്ത് ചെയ്തിട്ടുണ്ടാവുക, വിജയം. അവരെ സംബന്ധിച്ച് ആ വിജയം എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നേടിയെടുക്കാവുന്നതും. പക്ഷെ അതേസമയം ബൂസ്റ്റർ ബാച്ചിൽ വന്ന് ജോയിൻ ചെയ്യുന്നവരെ സംബന്ധിച്ച് അത് അവർക്ക് വളരെ ഭാഗ്യം കൊണ്ട് കിട്ടിപ്പോകുന്ന ഒരു വിജയവുമാണ്, അല്ലെ? ഇല്ലെങ്കിൽ ഇത്രയും അധികം സിലബസ് ഈ 20 മണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കുക എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ സിലബസ് നോക്കി കഴിഞ്ഞാൽ അതത്ര അല്ലെങ്കിൽ അതത്ര ഈസി ആയിട്ടുള്ള കാര്യം തന്നെയല്ല, ഈസി ആയിട്ടുള്ള കാര്യമേ അല്ല. പക്ഷേ വേണ്ട രീതിയിൽ ഏതെല്ലാം ഭാഗങ്ങൾക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഒരു വലിയ ജോലി കഴിഞ്ഞു, അല്ലെ? ഈ ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്ത് പഠിക്കുകയാണെങ്കിലോ ഒന്നും കൂടി ഈസി ആയില്ലേ? അതുപോലെ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്ത് പഠിക്കുവാനുള്ള ഒരു അവസരമാണ് ഈ 20 hours ലൈവ് ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ് 10 days ബൂസ്റ്റർ ക്ലാസ്സിന് വേണ്ടിയിട്ട്. നമുക്ക് എന്തായാലും ഈ ഒരു സെറ്റ് എക്സാം വളരെ എസെൻഷ്യലാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്നല്ലേ? ഇനി ഒരു HSST എക്സാം 2-3 മാസങ്ങൾക്കകം നോട്ടിഫിക്കേഷൻ വരും. ഒരുപക്ഷെ ആ നോട്ടിഫിക്കേഷൻ വന്ന് കുറച്ച് നാൾ കൂടി ഉണ്ടാവും. കാരണം സെറ്റ് എക്സാം പാസ്സാകാതെ നമുക്ക് ഒരു കാരണവശാലും HSST എക്സാം എഴുതാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ വരുന്ന സെറ്റ് എക്സാം എന്ന് പറയുന്നത് അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പാസ്സായേ മതിയാകും, അല്ലേ? നമ്മൾ എന്തായാലും ഒരു PG പഠിക്കുമ്പോഴോ ഇല്ലെങ്കിൽ PG കഴിഞ്ഞിട്ട് BEd പോകുമ്പോഴൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും നമുക്ക് ഹയർ സെക്കൻഡറി അധ്യാപിക ആകുക എന്നുള്ള ഒരു വലിയ സ്വപ്നത്തെക്കുറിച്ച്. ആ വലിയ സ്വപ്നം സാധ്യമാക്കണമെങ്കിൽ, സാക്ഷാത്കരിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? നന്നായിട്ട് എഫേർട്ട് എടുത്തേ മതിയാവും. ഒരു ദിവസം 2 മണിക്കൂറാണ് ഞങ്ങൾ നിങ്ങളോട് പഠിക്കാൻ പറയുന്നത്. ആ 2 മണിക്കൂറെങ്കിലും നിങ്ങൾ വേണ്ട രീതിയിൽ പഠിക്കുകയാണെങ്കിൽ, ആ ലൈവ് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം? ഈ സെറ്റ് എക്സാം വളരെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്, അല്ലെ? സെറ്റ് എക്സാമിനെ സംബന്ധിച്ച് നെഗറ്റീവ് മാർക്കില്ല എന്നുള്ളത് വലിയൊരു പോയിന്റായിട്ട് അവിടെ കിടക്കുന്നുണ്ട്, അല്ലെ? അതേസമയം വേറെ ഏത് ക്വാളിഫയിങ് എക്സാമിനും അവിടെ നെഗറ്റീവ് മാർക്കുണ്ട്. പക്ഷേ സെറ്റ് എക്സാമിനെ സംബന്ധിച്ച് അവിടെ നെഗറ്റീവ് മാർക്കില്ല. ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു ബേസിക് നോളജ് ഉള്ള ഏതൊരു വ്യക്തിക്കും എന്ത് ചെയ്യാൻ സാധിക്കും? ആ ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെ? നെഗറ്റീവ് മാർക്ക് വരുമോ എന്നുള്ള പേടി വേണ്ട, ആൻസർ ശരിയാവുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അപ്പോൾ ആ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി, ഓരോ ടോപ്പിക്കിനെ കുറിച്ചും അല്ലെങ്കിൽ ഓരോ പോർഷൻസിനെ കുറിച്ചും ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി എടുക്കാനെങ്കിലും നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കും? ഈ ബൂസ്റ്റർ ക്ലാസ്സുകളുടെ ഫസ്റ്റ് സെഷനെ കൊണ്ട് സാധിക്കും. പിന്നീട് വരുന്ന സെക്ഷനിലെല്ലാം നമ്മൾ എന്ത് ചെയ്യും? മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും, നിങ്ങൾ ആൻസർ ചെയ്യും, അറിയാത്ത കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരും. പിന്നെ ആ ഭാഗത്തുനിന്നും പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ പലരും വിചാരിച്ചിട്ടുണ്ടാവും പ്രീവിയസ് ഇയേഴ്സിലെ കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് എക്സാം നേടിയെടുക്കാവുന്നതാണ്. പക്ഷേ വേറൊരു ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് എന്താണെന്ന് വെച്ചാൽ ഈ പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പോലും പിന്നീട് ഒരിക്കലും റിപ്പീറ്റ് ചെയ്ത് LBS ചോദിച്ചിട്ടില്ല. പക്ഷേ ചില റീജിയൻസ്, LBS എപ്പോഴും ആവർത്തിച്ച് പറയുന്ന കുറച്ച് റീജിയൻസ് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കിയാൽ ആ മാർക്ക് നമുക്ക് സ്കോർ ചെയ്തൂടെ? തീർച്ചയായിട്ടും സ്കോർ ചെയ്യാവുന്നതാണ്. അടുത്ത HSSTക്ക് മുമ്പ് സെറ്റ് എക്സാം ക്ലിയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നാളെ മുതലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ ആ സെറ്റ് എക്സാം ക്ലിയർ ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസം മുതലേ നമുക്ക് എന്ത് ചെയ്യാം? HSST എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങാം, അല്ലേ? അപ്പോൾ ഇപ്പോൾ ഈ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് CCD ഒരു കിടിലൻ ഓഫർ കൂടിയുണ്ട്. ഈ വരുന്ന സെറ്റ് എക്സാം നിങ്ങൾക്ക് അഥവാ ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ഇനി വരുന്ന സെറ്റ് എക്സാം, അതായത് തൊട്ടടുത്ത് ഈ എക്സാം കഴിഞ്ഞിട്ട് നടക്കുന്ന സെറ്റ് എക്സാമിൻ്റെ ജനറൽ പേപ്പർ നിങ്ങൾക്ക് സൗജന്യമായിട്ട് പഠിക്കാവുന്നതാണ് CCD ആപ്പിലൂടെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യുക 10 days ബൂസ്റ്റർ ക്ലാസ്സിലോട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.